47ഓളം വരണം. അതിൽ 10 പോവും, പിന്നെ 24 ഈ ഇത്രയും കുറവ് വരുന്നത് തിരിച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ 10 സീറ്റിന്റെ നഷ്ടം വലിയൊരു നഷ്ടമല്ലാതാവും. ഈ 10 സീറ്റ് നിലവിലുള്ളത് നഷ്ടപ്പെടും എന്ന് തോന്നുന്നത് ഈ കോൺഗ്രസ് അല്പം ഒന്ന് നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ത്രികോണ മത്സരം കട്ടയ്ക്ക് പലയിടത്തും വന്നിരിക്കുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒരു 10ഓളം വാർഡുകളിൽ ഏതാണ്ട് ടോസ് പോലെയാണ്. പെട്ടി പൊട്ടിച്ച് 13-ാം തീയതി പെട്ടി പൊട്ടിച്ച് അവസാനത്തെ വോട്ട് എണ്ണുന്നത് വരെ ഒരു 10ഓളം വാർഡുകളിലെ ഫലം ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ കൺഫ്യൂഷനിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരം കുറെ കൂടെ വളരെ ശക്തമായ ഒരു പോരിലേക്ക് പോയിരിക്കുന്നു. ആ പോരിൽ ഈ 10ഓളം മണ്ഡലങ്ങളിൽ ഏറിയ കൂറും BJP പിടിക്കും എന്നുള്ള ഒരു ധാരണയും ഉണ്ട്. ഈ 10ഓളം ത്രികോണം ഞാൻ പറഞ്ഞില്ലേ, കട്ട ത്രികോണം, അതിൽ ഏറിയതും കൂടെ BJP പിടിച്ചാൽ അവർക്ക് 50 കടക്കാൻ കഴിയും. അവർ പറയുന്നത് 51, 51, 1 എന്നുള്ളതാണ് മിനിമം. ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾക്ക് 51, 1, അതായത് 52 സീറ്റ്. 51 മതി ഭൂരിപക്ഷത്തിന്, ഒന്നും കൂടെ പിടിക്കും എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു പിടുത്തം നടന്നില്ലെങ്കിൽ തൃശങ്കുവിലേക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.